സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ റെസിസ്റ്റൻസ് ആണ്. അതായത് ഒരു നമ്പർ ഓഫ് റെസിസ്റ്റൻസസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് R1, R2, R3 അപ് ടു Rn വരെയുള്ള റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. IT ആണ് ടോട്ടൽ കറണ്ട്. അത് ഓരോന്നും I1, I2, I3 ആയിട്ട് ഓരോ ബ്രാഞ്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IT ടോട്ടൽ കറണ്ട് IT എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 പ്ലസ് എക്സെട്ര അപ് ടു IM ആണ്. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എന്താ? VS ബൈ R1. I2 എന്ന് പറഞ്ഞാൽ VS ബൈ R2. I3 എന്ന് പറഞ്ഞാൽ VS ബൈ R3. അങ്ങനെ IM എന്ന് പറഞ്ഞാൽ VS ബൈ RM. പിന്നെ IT എന്ന് പറഞ്ഞാൽ I total ഈസ് ഇക്വൽ ടു VS ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ VS ബൈ RT ഈസ് ഇക്വൽ ടു VS ബൈ R1 പ്ലസ് VS ബൈ R2 പ്ലസ് VS ബൈ R3 പ്ലസ് എക്സെട്ര അപ് ടു VS ബൈ RM. അതായത് 1 ബൈ RT ഈക്വൽ ടു നമ്മൾ VSനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഇവിടെ VSനെ പുറത്തേക്ക് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കളയുമ്പോൾ രണ്ട് വശത്തും VS കട്ട് ചെയ്ത് കളയുമ്പോൾ 1 ബൈ RT ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 പ്ലസ് എക്സെട്ര അപ് ടു 1 ബൈ RM. അപ്പോൾ ഒരു പാരലൽ ആയിട്ട് കുറേ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഇനി അത് വെച്ചുള്ളൊരു പ്രോബ്ലം ആണിത്. ഡിറ്റർമൈൻ ദ പാരലൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് A ആൻഡ് B ഓഫ് ദ സർക്യൂട്ട് ഷോൺ. ഇതാണ് നമുക്ക് തന്നേക്കുന്ന സർക്യൂട്ട്. അപ്പോൾ 1 ബൈ RT എന്ന് പറഞ്ഞാൽ 1 ബൈ R1, അതായത് 1 ബൈ 10 പ്ലസ് 1 ബൈ 20 പ്ലസ് 1 ബൈ 30 പ്ലസ് 1 ബൈ 40. അത് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതായത് 1 ബൈ RT എന്ന് പറയുന്നത് ഈ 0.208 ആണ്. അതായത് RT എന്ന് പറഞ്ഞാൽ 1 ബൈ 0.208, അതായത് 4.8 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്.